ബാംഗ്ലൂർ ചെന്നതിൻ്റെ വെരി നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അതൊരു പാറ്റേൺ ഫ്ലൈറ്റ് ആയിരുന്നു. ബാംഗ്ലൂർ ടു കൊച്ചി, കൊച്ചി ടു ബാംഗ്ലൂർ, ബാംഗ്ലൂർ ടു ജയ്പൂർ, ജയ്പൂർ ലേ ഓവർ, ദെൻ ജയ്പൂർ ടു ദുബായ്, ദുബായ് ടു അമൃത്സർ, അമൃത്സർ ലേ ഓവർ ആൻഡ് അമൃത്സറിൽ നിന്ന് ബാംഗ്ലൂർ ഡെഡ് ഹെഡ്. ഇങ്ങനെയായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് കോപ്പറേറ്റ് ചെയ്ത് ജയ്പൂർ എത്തിയിട്ട് നേരെ ഫ്രഷപ്പ് ആയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുവാണ്. വലിയ പ്ലാനിംഗ് ഒന്നും ഇല്ലാതെയാണ് പോകുന്നത്, കാരണം നമ്മളെല്ലാവരും ഭയങ്കര സ്ലീപ്പി ആയിരുന്നു. സോ ആദ്യം തന്നെ അവിടെ അടുത്തുള്ള ഒരു പത്രിക ഗേറ്റ് ഉണ്ട്, അവിടെ കാണാനായിരുന്നു പ്ലാൻ. അങ്ങനെ അതേ നമ്മൾ പത്രിക ഗേറ്റ് എത്തി. ഇവിടെ വന്നിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് കൂടെയുള്ള ഒരു ക്രൂവിന് കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കണമായിരുന്നു. സോ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ എന്തോ ഒരു സ്നേക്കിനെ വെച്ചിട്ടുള്ള എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ജീവനുള്ള പാമ്പാണെന്നാണ് അയാൾ അവകാശപ്പെടുന്നത്, പക്ഷേ അതൊരു ജീവനുള്ള പാമ്പല്ല ഗൈസ്. പിന്നെ അവിടെ കുറേ കുട്ടികൾ സ്കേറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കൂടെയുള്ള വേറൊരു ക്രൂ പറയുന്നത് അവിടെ അടിപൊളിയായിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഉണ്ട്, അവിടെ ചെന്നാൽ നമുക്ക് ഭയങ്കര ചീപ്പായിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഷോപ്പ് ചെയ്യാമെന്ന്. അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ഓട്ടോയിൽ കയറുന്നത്. പക്ഷെ നമ്മൾ പോയത് വേറൊരു സ്ഥലത്തേക്കാണ് കേട്ടോ. അതായത് അവിടുത്തെ രാജസ്ഥാനി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമുക്കിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് നമ്മൾ അവിടേക്കാണ് പോയിക്കൊണ്ടിരുന്നതെന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്ന ആ ഒരു സ്ട്രീറ്റ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് പോകാനായിട്ട് പറ്റില്ല. അങ്ങനെ നമ്മൾ നേരെ ആ ഒരു സ്ഥലത്തെത്തി. ഇത് ആക്ച്വലി ജൽമഹാലാണ് ജയ്പൂറുള്ളത്. ഇവിടെ ചെന്നിട്ട് നമ്മൾ ഇങ്ങനെ രാജസ്ഥാനി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവർ നമുക്ക് ഫോട്ടോസൊക്കെ എടുത്തു തരും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവിടെ ചെന്നപ്പോൾ നല്ല മഴ പെയ്തു, നല്ല ഫോട്ടോസൊന്നും കിട്ടിയില്ല. പക്ഷെ എന്നാലും ഈ ഒരു സംഭവമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഒട്ടും പ്ലാൻ ചെയ്തിട്ടല്ലായിരുന്നു എങ്കിലും ഞാൻ മനസ്സിൽ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ അവിടെ നടന്നു കേട്ടോ. ഇങ്ങനെ ഓരോ പുതിയ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മൾ അവിടുത്തെ എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. അങ്ങനെ അതും എക്സ്പീരിയൻസ് ചെയ്തു. സൂപ്പർ ടയേർഡായിരുന്നു. എങ്ങനെയെങ്കിലും തിരിച്ചൊന്ന് ഹോട്ടലിൽ ചെന്ന് കടന്നുറങ്ങി അടുത്ത ഫ്ലൈറ്റിന് പോകാനുള്ള ഒരു പ്രിപ്പറേഷനിലായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ